ഇനി വേറൊരു കഥ പറയാം. ആ കൈ ഇങ്ങെടുത്തേ. ഒരു ഉറുമ്പ് ഇങ്ങനെ നടന്ന് 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 ഞങ്ങൾ ഈ ആനയുടെ ഉറുമ്പിന്റെയും കഥ. ഒരു കാര്യം പറഞ്ഞേക്കാം, അങ്ങനെ ദേഹത്ത് തൊട്ടുള്ള കഥ പറച്ചിലൊന്നും വേണ്ട. പാവങ്ങളാണെങ്കിലും ഞങ്ങൾക്കും ഇത്തിരി അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് മേലിൽ അവളെ ശല്യം ചെയ്യാൻ നിൽക്കരുത്. ഭർത്താവ് തളർന്നു എടുക്കാൻ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായല്ലേ? കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളേ എന്നോട് സ്നേഹമാണെന്നൊന്നും ചാണകം വരുന്ന കൈ കൊണ്ട് അടിമേടിക്കല്ലേ? എന്റെ കൂടെ പോന്ന ചാണാൻ വരുന്ന കൈ കൊണ്ട് ഞാൻ സ്വർണം വാരിക്കും. രണ്ടും കൂടി കിന്നാരം പറഞ്ഞു നിൽക്കാണ്ട് ആ പശുക്കൾക്ക് പുല്ലോ വൈക്കോലോ എന്തെങ്കിലും ഇട്ടു കൊടുക്ക്. ഞാനിവിടെ പശുവിന്റെ ഉച്ചിഷ്ടമേദ്യം വാരിക്കൊണ്ടിരിക്കുക. 3 നേരം വെട്ടി വിഴുങ്ങണ്ടേ? മനുഷ്യനെ പണി ചെയ്യാൻ സമ്മതിക്കൂന്ന് വെച്ചാ? ഇയാള് ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പാലില് വെള്ളം ചേർത്ത് വിൽക്കുക, വൈക്കോല് മറിച്ച് വിൽക്കുക, ഇതൊക്കെയല്ലേ താൻ ചെയ്യുന്ന പണി. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒന്നിനും വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? ഞാൻ ഇന്നലെ വെണ്ണ കട്ട് വിറ്റതെങ്ങാനും ഇവളറിഞ്ഞ